മേരെ പ്യാരെ ദേശവാസിയോ, പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ വെച്ച് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു 41 തവണയെങ്കിലും പറഞ്ഞ വാക്കാണ് മേരെ പ്യാരെ ദേശവാസിയോ. അദ്ദേഹത്തിന്റെ ഈ പ്രയോഗവും മിത്തുറും പോലുള്ള പ്രയോഗമൊക്കെ നമ്മുടെ നെഞ്ചിലൊരു ഇടർച്ച ഉണ്ടാക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും അശുഭകരമായ കാര്യങ്ങൾ വരുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്താറുള്ളത്. ഇന്ന് അദ്ദേഹം ചെങ്കോട്ടയിൽ 75 മിനിറ്റ് നേരം നടത്തിയ ദീർഘമായ പ്രഭാഷണത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ എന്തായിരുന്നു? വലിയൊരു രാഷ്ട്രീയ പ്രസംഗം. മുൻകാലങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൊക്കെ നയപരമായിട്ടുള്ള ഒരു രൂപരേഖ തന്നെ അവതരിപ്പിക്കപ്പെടുമായിരുന്നു. ഇന്ന് ഫുൾ പൊളിറ്റിക്സായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ ശക്തി. അപ്പോൾ ജന്തർ മന്ദർ സമരം അദ്ദേഹത്തെ വല്ലാതെ പിടിച്ചുലച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ പ്യാരെ ദേശവാസിയോ എന്ന് തുടങ്ങുന്നതിൽ യുവാക്കൾക്ക് നൽകിയിട്ടുള്ള പ്രാമുഖ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഫ്രീ കോച്ചിങ്, അതായത് സെൻട്രൽ എക്സാമിനേഷൻസിൽ പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ കോച്ചിങ്. ഇപ്പൊ കോച്ചിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയുടെ അടുത്താണ്. ഈ കോച്ചിങ് ഇൻഡസ്ട്രിയാണ് ഈ പലപ്പോഴും ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി ചേർന്നിട്ട് ഈ ചോദ്യപേപ്പർ ഇങ്ങനെ ലീക്ക് ചെയ്തെടുക്കുന്നത്. വലിയ അട്ടിമറികളാണ് നടക്കുന്നത്. അദ്ദേഹം ഇപ്പൊ സൌജന്യ കോച്ചിങ് ആണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് ഇന്നൊവേഷൻ ഫണ്ടാണ്, അതായത് യുവാക്കൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് വളരെ കൌതുകരമായ തോന്നിയൊരു കാര്യമുണ്ട്. കഴിഞ്ഞ നേരത്തെയുള്ള ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഏറ്റവും വലിയ ഉദ്ഘോഷത്തോടുകൂടി പ്രഖ്യാപിച്ചത് യുവാക്കൾക്കുള്ള ഇന്റേൺഷിപ്പാണ്. വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് യുവാക്കൾക്ക് നൽകുന്നതിന് വേണ്ടി 10,800 കോടി രൂപയോളം നീക്കിവെച്ചു. ഇപ്പോൾ ആരും ആ ഇന്റേൺഷിപ്പ് പദ്ധതി, പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പദ്ധതി എന്നായിരുന്നു ആരും ചോദിക്കുന്നില്ല. എന്താ കാരണം? ആ 10,800 കോടി രൂപയിൽ ആകെ ചെലവഴിച്ചത് 4% 5% മാത്രമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, പാർലമെന്റിന്റെ തലത്തിൽ ചോദ്യത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ട കാര്യമാണ്. ഇനി അതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചു. യുവാക്കളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു ടെക് ഫണ്ട്, അതിന് പറയുന്നത് എന്താണ്, ഡീപ് ടെക് ഫണ്ട് രൂപീകരിച്ചു. 2,192 കോടി രൂപ വിതരണം ചെയ്തു. ആ 2,192 കോടി രൂപയിൽ 62% ഈ വിതരണം ചെയ്യാൻ വേണ്ടി ആൾക്കാരെ തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരുടെ സ്ഥാപനങ്ങൾക്കാണ് പോയത്. അപ്പൊ നോക്കുക, ഈ പ്രഖ്യാപനവും ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി യുവാക്കളിൽ ഊന്നുമ്പോൾ തന്നെ ജന്തർ മന്ദറിൽ നമ്മുടെ യുവാക്കൾക്കെതിരെ ഡൽഹി പോലീസ് നടത്തിയ ആ തെറവാഴ്ചയെക്കുറിച്ച്, അവർക്കെതിരെ ഉപയോഗിക്കപ്പെട്ട ആയുധങ്ങളെക്കുറിച്ച്, ഈ പെല്ലറ്റുകളെക്കുറിച്ച്, ആണിവച്ച ലാത്തിയെക്കുറിച്ച്, ചില്ലി ബോംബിനെക്കുറിച്ച്, കാലഹരണപ്പെട്ട ടിയർ ഗ്യാസിനെക്കുറിച്ച്, അല്ലെങ്കിൽ ബീഹാറിൽ ഉപയോഗിച്ച AK-47 ഇതേക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രിക്ക് ഒന്ന് പറയാമായിരുന്നു. എന്തായാലും യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി എന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ചത് നന്നായി. പക്ഷേ അവർക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൊടുക്കാനുള്ള ആർജവവും ആത്മാർത്ഥതയും ഈ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. അതിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അതായത് വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ കക്ഷികൾ സമ്മതിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, 2023 താങ്കൾ വനിതാ ശാക്തീകരണ സംവരണ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ പൂർണ്ണ യോജിപ്പോടുകൂടി സഹർഷം അതിനെ സ്വാഗതം ചെയ്ത് അതിനെ അംഗീകരിച്ച് ഏകകണ്ഠേനയല്ലേ ആ ബില്ല് പാസ്സായത്. അപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞ്, 2023 പാസ്സാകുന്ന ബില്ലിനെ നിങ്ങൾ ഒരു കാരണവശാലും വരാൻ പോകുന്ന സെൻസസ്, നിങ്ങൾ സെൻസസ് 6 വർഷം വൈകിപ്പിച്ചു ഒരു കാര്യമില്ലാതെ. എന്തിനാണെന്നറിയാം? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒന്ന് പരിരൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് പുതിയ ജനസംഖ്യാ കണക്ക് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നതാണ്. സെൻസസുമായിട്ടും അതിനുശേഷമുള്ള മണ്ഡല പുനർനിർണയവുമായിട്ടും നിങ്ങൾ ബന്ധിപ്പിച്ചു. അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, ചെയ്യരുത്. നമ്മുടെ ഈ തദ്ദേശീയ പഞ്ചായത്ത് കോർപ്പറേഷൻ കാര്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ തീരുമാനിക്കുക, നടപ്പിലാക്കുക. നിങ്ങൾക്ക് ആ 2023 ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ
24 ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമുക്ക് 33% സ്ത്രീകള് നമുക്ക് സംവരണം ചെയ്യപ്പെടില്ലായിരുന്നോ? ഇപ്പൊ ലോകസഭയിൽ അത്രയും അംഗസംഖ്യ ഉണ്ടാവില്ലായിരുന്നോ? നിയമസഭകളിൽ നിങ്ങൾ എന്ത് ചെയ്തു? വരാൻ പോകുന്ന സങ്കല്പത്തിലെ ചില മണ്ഡല പുനർനിർണയവുമായിട്ട് അതിനെ കൂട്ടിക്കെട്ടി. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പുനർനിർണയ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ഒളിച്ചു കടത്തിയ കാര്യത്തോട് പ്രതിപക്ഷം മുഖം തിരിഞ്ഞു നിന്നു ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കുറ്റാരോപണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഓൾറെഡി പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയ ആ ചെങ്ങല എടുത്ത് അഴിച്ചു കളയൂ. അതിന് പകരം ഇവിടെ വന്ന് ചെങ്കോട്ടയിൽ വന്ന് ഇങ്ങനെയുള്ള ഉദ്ഘോഷം നടത്തിയിട്ട് കാര്യമില്ല. മറ്റ് വളരെ രസകരമായ ഒരു വാക്കും കൂടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. നക്സലുകളെല്ലാം അടിച്ചമർത്തി. പക്ഷെ ദിമാഗി എന്ന് പറഞ്ഞ ബുദ്ധി, ദിമാഗി നക്സലുകൾ എന്ന് വെച്ചാൽ എന്താണ്? ബൗദ്ധിക നക്സലുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ അവരെ അർബൻ നക്സലുകൾ എന്നാണ് വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞു. അവരെ പലരെ നിങ്ങൾ ജയിലിലിട്ടു, UAPA ചുമത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ഒരു പദപ്രയോഗമാണ് വന്നിരിക്കുന്നത്, ദിമാഗി നക്സലിറ്റ് എന്ന് പറഞ്ഞാൽ പുറമേക്കൊന്നും കാണാൻ പറ്റില്ല. ബുദ്ധിന്റെ ഉള്ളിൽ എന്തോ ഒരു നക്സൽ ചൊവയുണ്ട്. എന്നിട്ട് പറയാണ് എല്ലാ സ്ഥാപനങ്ങളിലും അവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അവരെ പിടിക്കണം. നിങ്ങൾ ഈ ശത്രുക്കളെ ജനങ്ങളുടെ ഇടയിൽ തിരഞ്ഞ് നിങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പിടിച്ച് ജയിലിടുന്ന ഈ പരിപാടി അവസാനിപ്പിക്കുക. രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള ഗതിയെ പരിപോഷിപ്പിക്കാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കുക. എന്തായാലും വികസിത് ഭാരത് എന്നുള്ള വാക്ക് അദ്ദേഹം 10,000 തവണ ഉപയോഗിച്ചു. ഡോളറിനെതിരെ രൂപയുടെ വില കൂപ്പുകുത്തി, പെട്രോളിന്റെ ഡീസലിന്റെ വില ഉദിച്ചുയർന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും എന്തായാലും താങ്കൾ പറയുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായി. അതിനു മുമ്പ് എന്തായിരുന്നു? 5 ട്രില്യൺ ഇക്കോണമി, മൂന്നാമത്തെ വലിയ ഇക്കോണമി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതൊന്നും പറയുന്നില്ല. എന്തായാലും 2047 ഇന്ത്യ വികസിത രാഷ്ട്രമാകുമെന്നുള്ള ഒരു ആശ്വാസമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ. നമ്മുടെ അയൽ രാജ്യങ്ങളെക്കാളും നമ്മൾ പിന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഒരുപക്ഷെ ആരെങ്കിലും ശ്രമിക്കണമെന്നുള്ളൊരു അപേക്ഷ പ്രധാനമന്ത്രിയുടെ സൌഹൃദ വലയത്തിലുള്ള ആൾക്കാരോട് എനിക്ക് നടത്താനുണ്ട്.